ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോട്ട്സ് ഓഫ് ഡയറിങ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എന്ന റൈറ്ററാണ്. ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ ഒരു അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കും ഭയക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ഈ കവിതയോട് പറയുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ വളർച്ചയ്ക്കും വിജയം നേടാനും അവസരങ്ങളാണെന്നാണ് കവി പറയുന്നത്. ധൈര്യമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് വിജയം സ്വന്തമാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ, ഭയത്തിന് അടിമപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് കവി പറയുന്നത്. ഈ കവിതയിൽ പർവ്വതങ്ങളെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ജയിൽ മതിലിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവയെല്ലാം വലിയ തടസ്സങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇവ നമ്മുടെ വളർച്ചയ്ക്കുള്ള വാതിലുകളായി കാണാനാണ് കവിയുടെ പറയുന്നത്. ഇനി നമുക്ക് കവിതയുടെ സമ്മറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസർ: ദി മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദി വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദി ഫിയർലെസ് ഫുട്ട് ടു സ്കെയിൽ ദെയർ സ്റ്റേവേ ടുവാർഡ്സ് ദ സ്കൈ. ഫസ്റ്റ് ആൻസറിൽ കവി ചിത്രീകരിക്കുന്നത് പർവ്വതങ്ങളെയാണ്. പർവ്വതങ്ങൾ താഴ്വരയെ ഗ്രാനൈറ്റ് കവചങ്ങളും കുത്തനെയുള്ള മതിലുകളും കൊണ്ട് പൊതിയുന്നു എന്നാണ്. ഇവ ധൈര്യശാലികളെ ആകാശത്തിലേക്കുള്ള അവരുടെ പടികൾ കയറാൻ ക്ഷണിക്കുന്നു എന്നാണ് ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നു, നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ധൈര്യമുള്ളവർക്ക് മാത്രമാണ് അതെല്ലാം ഭേദിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ധൈര്യശാലികളായവരെ ആകാശത്തിലേക്കുള്ള പടികൾ കയറാൻ ക്ഷണിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസ: ദി റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിംഗ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ കോൾസ് ടു ഇറ്റ്സ് സൺബേൺ ചിവൽറി പുഷ് ഔട്ട് സെറ്റ് സെയിൽ എക്സ്പ്ലോർ. രണ്ടാമത്തെ സ്റ്റാൻസിൽ കവി ചിത്രീകരിക്കുന്നത് കടലിനെയാണ്. സമുദ്രം അഗാധവും ശാന്തതയില്ലാത്തതുമായ ഭൂമിയെ വിടിയിക്കുകയും കരയിൽ നിന്ന് കരയിലേക്ക് നുര പതഞ്ഞൊഴുകുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വേൽ കൊണ്ട് ചുവന്നും തടിച്ചുമിരിക്കുന്ന തൊക്കുള്ള ധൈര്യശാലികളെ അത് മാടി വിളിക്കുന്നു. തങ്ങളുടെ ബോട്ടുകൾ വെള്ളത്തിലിറക്കി പായകൾ ഉയർത്തിക്കെട്ടി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും സഞ്ചരിക്കാനുമായിട്ടാണ് ആകർഷിക്കുന്നത്. തേർഡ് സ്റ്റാൻസ: And all the bards at which we fret, that seem to prison and control, are but the doors of daring set ajar before the soul. തേർഡ് സ്റ്റാൻസയിൽ കവി ചിത്രീകരിച്ചിരിക്കുന്നത് ജയിലാണ്. നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ ബാഹ്യമായി ജയിലുകളായി തോന്നിച്ചേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അവ നമ്മുടെ ആത്മാവിന് മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും വാതിലുകളാണ്. അതിലൂടെ ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഈ കവിതയിലെ ഓരോ വരിയും ധൈര്യത്തെയും പുതിയ സാധ്യതകളെക്കുറിച്ചുമെല്ലാം പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അതിജീവിക്കാൻ നാം തയ്യാറാവണം. അതുവഴി നമുക്ക് വളർച്ചയും വിജയവും നേടിയെടുക്കാൻ പറ്റും.